കാലം തെളിയിച്ചു. ഏറ്റവും കൂടുതൽ ലേറ്റസ്റ്റ് അതുപോലെ എത്ര അനുഭവങ്ങൾ. അതിനിടയിൽ ഞങ്ങൾ പലതും വിശദീകരിക്കുന്നവരാണ് ഞങ്ങളെക്കുറിച്ച് ആക്ഷേപം. മലപ്പുറത്ത് ഈ വിശദീകരണം സംഘടിപ്പിക്കേണ്ടി വന്നത് എന്തുകൊണ്ടാ? ഞങ്ങൾ തുടങ്ങിയതുകൊണ്ടാ. അടിക്കാൻ തുടങ്ങുമ്പോൾ ആലോചിച്ചോളണം തിരിച്ചു കിട്ടുന്നു. അത് ആരും ആലോചിച്ചോളണം. തുടങ്ങുമ്പോൾ ആലോചിക്കണം. തിരിച്ചു കിട്ടാതെ അടിക്കണമെങ്കിലേ ഗുജറാത്തിലുണ്ട് കുറച്ച് ആളുകൾ, ഇപ്പൊ അവരെ പോയി അടിക്കേണ്ടി വരും. അത് തിരിച്ചു കിട്ടും. അത് തീർച്ചയല്ലേ. അത് തുടങ്ങുമ്പോ ആലോചിക്കണം. അതിൽ പിന്നെ ബേജാറായിട്ട് കാര്യമില്ല. ഇവിടെ പലതും ഞങ്ങൾ വിശദീകരിക്കേണ്ടി വന്നു എന്നുള്ളത് ശരിയാണ്. വിശദീകരിച്ചതിന്റെ ഗുണഫലം ഉണ്ടായിട്ടില്ലേ? പലർക്കും ഞങ്ങൾ മസ്തല പഠിപ്പിച്ചടി കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം ദർസിൽ കേതാലും പിന്നെ വരാനൊരുക്കല്ല. പഞ്ചായത്ത് ഓഫീസിൽ കിതാബേറ്റ് വരൂല്ല. പിന്നെ പൊതുവേദിയിൽ വെച്ച് ഓതിക്കൊടുക്കന്നെ. പിന്നെ പൊതുവേദിയിൽ വെച്ച് കിതാബ് ഓതിക്കൊടുക്കല്ല എന്താ ചെയ്യാ? നിങ്ങൾക്കറിയില്ലേ? സംസ്ഥാനത്തിന്റെ കണ്ണൂര്, കാസർഗോഡ്, വയനാട്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ ജില്ലകളിൽ ജില്ലാ കാളിമാരെ നിയമിച്ചു. ജില്ലാ കാളിമാരെന്ന പേരിൽ ഇല്ലേ? അങ്ങനെ തന്നെ നിയമിച്ചത്. ഇവരുടെ വളക്ക് പോലും അങ്ങനെയല്ല കാളിമാരെ പരിചയപ്പെടുത്തിയത്. ആദ്യകാലത്ത് ജില്ലാ കാളിമാരെന്ന പേരിൽ പരിചയപ്പെടുത്തി. ഞങ്ങൾ പറഞ്ഞു ഒരു ജില്ലയിലെ അഹ്ലുൽ ഹല്ല് വൽ അഖദ് മൊത്തമായി ചേർന്ന് കാളിയായി നിശ്ചയിച്ചാൽ മാത്രമേ അയാൾ ജില്ലയുടെ കാളിയാകൂ. ഒരു ഗ്രൗണ്ടിൽ ചേർന്ന് പൊതുയോഗത്തിൽ വെച്ചൊരാൾ കാളി എന്ന് പറഞ്ഞാൽ അയാൾ കാളിയാകില്ല. ഞാൻ തമാശ രൂപത്തിൽ അന്ന് പറഞ്ഞു അത് ജില്ലാ കാളിയല്ല, ഗ്രൗണ്ട് കാളിയാണ്. അന്ന് ഞാൻ അങ്ങനെ അതിനെക്കുറിച്ച് പറഞ്ഞത്. ഫലണ്ടായില്ലേ? ഇപ്പൊ എങ്ങനെയാ പറയുന്നത്? സംയുക്ത കാളിയിൽ ജില്ല പോയി. എന്താ ജില്ല പോയി? അന്ന് ഓതിയ കിതാബല്ലേ ഇപ്പൊ? തിരുത്തിന്ന് പറയാൻ മടിണ്ടാവും. തിരുത്തിയില്ലേ? തിരുത്തിച്ചില്ലെന്ന് ഞാൻ ചോദിക്കണില്ല. അങ്ങനെ തിരുത്തിയില്ലേ? തിരുത്തിയിട്ടില്ലേ? സാമാന്യ ബോധമുള്ള മറുഭാഗത്തുള്ള ഏതെങ്കിലും പിള്ളേരുണ്ടെങ്കിൽ ഓർക്കണം, തിരുത്തേണ്ടി വന്നിട്ടില്ലേ? മലപ്പുറം ജില്ലയുടെ കാളി എന്ന പേരിൽ നെല്ലിക്കുത്തൊരു സാധുവിന് കോട്ടക്കൽ പുത്തൂർ പാടത്ത് വെച്ച് ആ തൊപ്പിട്ട് കൊടുത്ത തലയിൽ ഇല്ലാ കാളി. ആ പുത്തൂർ പാടം ഉൾക്കൊള്ളുന്ന മഹല്ലിലെ അഹ്ലുൽ ഹല്ല് വൽ അഖദ് അതിലില്ല. അയാൾക്ക് തൊപ്പി വെച്ച് കൊടുത്ത മാന്യദേഹത്തിന്റെ മഹല്ലിലെ അഹ്ലുൽ ഹല്ല് വൽ അഖദില്ല. അയാൾ താമസിക്കുന്ന നെല്ലിക്കുത്ത് മഹല്ലിലെ അഹ്ലുൽ ഹല്ല് വൽ അഖദ് അതിലില്ല. അയാൾ പലപ്പോഴും മാസം ഉറപ്പിക്കാറുള്ളത് മലപ്പുറം കേന്ദ്രമായാണ്. അവരുടെ ആഫീസ് നിലകൊള്ളുന്ന കെട്ടിടം ഉൾക്കൊള്ളുന്ന മഹല്ലിലെ അഹ്ലുൽ ഹല്ല് വൽ അഖദില്ല. പിന്നെ ഏതടിസ്ഥാനത്തിലാണ് അയാൾ കാളി? ഏതടിസ്ഥാനത്തിലാണ്? ഏത് കിതാബിന്റെ അടിസ്ഥാനത്തിലാണ്? കിതാബ് ഓതിയ ഒരാളുണ്ടെങ്കിൽ പറയണം. ആരാണ് ഞങ്ങൾക്ക് കിതാബ് ഓതി തരാൻ? പഞ്ചായത്ത് പ്രസിഡന്റിനെ പറ്റൂല എന്ന് പറഞ്ഞ പോലെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അടുത്ത് വന്ന് കിതാബ് ഓതാൻ ഉള്ളാൾ മുതൽ ഇല്ലാത്ത ആൾ വരെ സർവാളുകളെയും ഞാൻ 1000 കുതിരശക്തിയോടുകൂടി വെല്ലുവിളിക്കുന്നു. ഉമ്മ പ്രസവിച്ചവരുണ്ടെങ്കിൽ, ആരാ ഉമ്മ പ്രസവിച്ചവരുണ്ടെങ്കിൽ വാ, കിതാബ് ഓതിത്തരും. എനിക്ക് കിതാബ് ഓതിത്തരും. ആരാ അങ്ങനെ ഒരുത്തൻ? അങ്ങനെ ഒരുത്തണ്ടോ? നിങ്ങൾ കിതാബാണ് പഠിപ്പിച്ചേരും മൂസ. എനിക്ക് കിതാബ് ഓതിത്തരും. എനിക്ക് നിങ്ങളെ അറിയേ. ഈ കുട്ടികൾക്ക് നിങ്ങൾ അറിയില്ലാന്ന് കരുതിയിട്ട് നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്താലേ. ഭിന്നിപ്പ് ഇപ്പം ഉണ്ടായിട്ടല്ലേ ഉള്ളൂ. ഭിന്നിപ്പിന്റെ ശേഷം വന്ന പിള്ളേർക്ക് ആളറിയില്ലായിരിക്കും. ഭിന്നിപ്പിന്റെ മുമ്പുള്ളവർക്ക് അറിയില്ലേ? ഏതാ കിതാബ്? ഏതടിസ്ഥാനത്തിലാ ജില്ലാ കാളി? വാദപ്രതിവാദത്തിനുണ്ടോ? ചർച്ചക്കുണ്ടോ? ആരാളുള്ളത്? നിങ്ങളെല്ലാരും കൂടി ഒരു ഭാഗത്ത്, ഞാൻ ഒറ്റക്കൊരു ഭാഗത്ത്. നിങ്ങൾ 40 ആള് മുഷാവറക്കാർ, 40 ആള് ഒരു ഭാഗത്ത്, ഞാൻ ഒറ്റക്കൊരു ഭാഗത്ത്. എന്നാ എനിക്കൊന്ന് കാണണം. കേരളത്തിൽ എവിടെ വെച്ചു ആവാം? ഞാൻ ഒന്ന് കാണണല്ലോ.
നമ്മളിതൊക്കെ പറയേണ്ടി വന്ന എന്തുകൊണ്ടറിയോ? അവര് കുപ്രചരണങ്ങൾക്കെതിരെ വിശദീകരണം എന്ന് പറഞ്ഞ് എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും പരിപാടി വെച്ചു. കൂട്ടത്തിൽ മലപ്പുറത്തും വെച്ചു. മലപ്പുറത്ത് അങ്ങനെ പരിപാടി വെച്ചപ്പോ നമ്മൾ പ്രതീക്ഷിച്ച എന്താ അറിയോ? ചേകനൂരിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണവും മറുപടി ഉണ്ടാവുന്ന കരുതി. ചേകനൂരിനെ കാണാല്ല എന്ന് എല്ലാരും പറയുന്നുണ്ട്, പത്രക്കാരും പറയുന്നുണ്ട്. അല്ല ഉള്ളത് പറയാലോ. ചേകനൂരിനെ കാണാല്ലാന്ന് എല്ലാരും പറയുന്നുണ്ട്, പത്രക്കാരും പറയുന്നുണ്ട്, മാധ്യമങ്ങളും പറയുന്നുണ്ട്. ശരിയായിരിക്കും. ഞാൻ തീർത്ത് അയാളെ കാണാല്ല, അല്ലെങ്കിൽ കാണാല്ലാന്ന് ശരിയായിരിക്കും. അയാൾ മരിച്ചോ മരിച്ചില്ലേ നമുക്കറിയില്ല. നമ്മളതിനെ ജസ്റ്റ് പറയണം. ചിലപ്പോ ചില ആളുകൾ അപ്രത്യക്ഷമായാലും ഇതുപോലുള്ള വിവാദങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ പരിസരത്തിന് അമ്മിണിനെയും ഭർത്താവിനെയും കാണാനില്ലാതെയായിട്ട് വലിയ കോലാഹലമുണ്ടായി. അന്ന് മണ്ണാർക്കാട് MLA ആയിരുന്ന ജോൺ മാഞ്ഞൂരാൻ അസംബ്ലിയിൽ ഇവരെ ആ പ്രശ്നം ഉന്നയിച്ചു. വലിയ സമരവും ബഹളമൊക്കെ ഉണ്ടായി ഇവരെ കാണാനില്ല. അവിടുത്തെ ചില പ്രമുഖ അവരെ കൊന്നു കുഴിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് ആ വിവാദം ഉണ്ടായത്. വലിയ ചർച്ച ഉണ്ടായി. കേസൊക്കെ ചാർജ് ചെയ്ത് പോലീസ് അന്വേഷണവും കാര്യമൊക്കെ നടന്നു. കുറെ കൊല്ലങ്ങൾ കഴിഞ്ഞപ്പോ ഇവര് രണ്ടാളും സുഖമായിട്ട് വന്നു. അത് തമിഴ്നാട്ടിൽ എവിടെ ഉണ്ടായിരുന്നു. അതുപോലെ ഇയാള് ചിലപ്പോ വല്ല ഇസ്രായേലിക്കും പോയതാണോന്ന് അറിയില്ല. പോയിനി ഞാൻ പറയല്ല, അറിയില്ല. CBI അങ്ങോട്ടൊന്ന് പോയിക്കോട്ടെ, ഏതായാലും ടിക്കറ്റ് കൊടുത്തിട്ടില്ലേ. എന്താപ്പോ നമുക്കറിയില്ല അയാളെ സ്ഥിതി എന്താണെന്ന്. പക്ഷെ അയാളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ഈ പാവപ്പെട്ട സമത്തന്റെ ആളുകൾ എന്തിനാ കുറ്റം പറയുന്നത്? അതിന്റെ ആവശ്യം എന്താ? സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ നേതാക്കന്മാരോ പ്രവർത്തകരോ ഉത്തരവാദപ്പെട്ട ആളുകളോ അദ്ദേഹത്തിന്റെ തിരോധാനവുമായി ഒരു തരത്തിലും ബന്ധപ്പെട്ടിട്ടില്ല എന്ന് അധികൃതർക്കറിയാം. ഈ രാജ്യത്ത് താമസിക്കുന്ന സർവ്വജനങ്ങൾക്കും അറിയാം. ഒരു ബന്ധം നമുക്ക് അതിലില്ല, ഒരു ബന്ധമല്ല, നമുക്കതിന്റെ ആവശ്യമല്ല. സത്യം പറയാനോ നമ്മളെ മാർഗം അതല്ല. ഇത് എല്ലാവർക്കും അറിയാം എന്നിരിക്കെ ഒരു വിഭാഗം ആളുകൾ കുപ്രചരണങ്ങൾക്ക് മറുപടി എന്നും പറഞ്ഞ് സമസ്തനെ വിമർശിക്കുന്നത് എന്തിനാ? ഞാൻ സാധാരണ തമാശക്ക് പറയാറുണ്ട്, എല്ലാ മീനും മാന്തളുടെ പുറത്താ വിസർജിക്കുക എന്നതുപോലെ ഇവിടെ വരുന്ന സർവ്വ കുതിര കയറ്റോ സമസ്തന്റെ നേരെയാവും. എന്തിന്റെ പേരിലാണ് ഈ കാര്യം പറഞ്ഞ് സമസ്തനെ വിമർശിക്കുന്നത്? എന്ത് തെറ്റാ സമസ്ത ചെയ്തത്? എന്ത് തെറ്റിയതു? അതിന്റെ പേരിൽ ചില ആളുകളെ പിടിക്കപ്പെട്ടു എന്ന് പറയുന്നു. പിടിക്കപ്പെട്ടതായി പത്രങ്ങളിലുണ്ടായിരുന്നു, മാധ്യമങ്ങളിലുണ്ടായിരുന്നു. നമ്മളും കണ്ടു അറിഞ്ഞു. നേരിൽ കണ്ടിട്ടില്ല, മാധ്യമങ്ങൾ മുഖേന കണ്ടു അറിഞ്ഞു. ഈ പിടിക്കപ്പെട്ട ആളുകളൊക്കെ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ടവരാണെന്നുള്ള രീതിയിൽ പ്രചരണങ്ങളുണ്ട്. ശരിയും തെറ്റൊന്നും നമ്മൾ സ്ഥിരീകരിക്കുന്നില്ല. നമുക്കതിന് ആവശ്യമല്ല. ഒരു സ്ഥാപനവുമായി ബന്ധമുണ്ട് എന്നുള്ള രീതിയിൽ പരാതി, ആ രീതിയിലാണ് വരുന്നത്. അതിന് ആ സ്ഥാപനത്തിന്റെ ആളുകൾ മറുപടി പറയട്ടെ. ആർക്ക്? പിടിക്കപ്പെട്ടതും ഞങ്ങളായിട്ട് എന്താ ബന്ധം? നമ്മൾ വല്ലതും ചെയ്തോ? അങ്ങനെ വല്ല ആക്ഷേപമുണ്ടോ? എന്തിന്റെ പേരിലാണ് ഈ മാതൃസംഘടനയെ പിണങ്ങിപ്പോയ ആളുകൾ ആക്ഷേപിക്കുന്നത്? എന്തിനാണിത്? എന്റെ ആവശ്യം എന്താ? ജനശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയായിരിക്കും ചിലപ്പോ. ആളുകളെ ശ്രദ്ധ അതിൽ നിന്ന് തിരിച്ച് മറ്റൊരു വഴിക്ക് തിരിച്ചുവിടാൻ വേണ്ടിയാണോ? നിങ്ങൾ സംശയിക്കപ്പെടാൻ സാഹചര്യം ഒരുക്കിയത്, മാധ്യമങ്ങളെ ആ വഴിക്ക് പ്രേരിപ്പിച്ചത് സമസ്തയല്ല, സ്വന്തം ചെയ്തിയാണ് ആ അവസ്ഥയിലേക്ക് എത്തിച്ചത്. സ്വന്തം മുഖം വികൃതമായതിന് കണ്ണാടി എറിഞ്ഞുടക്കുന്നതിൽ അർത്ഥമില്ല. ആദ്യം ആലോചിക്കണം. കാരണം ഇവിടെ ചില സംഭവങ്ങൾ ഉണ്ടായി, ചില നീക്കങ്ങൾ. ഇയാളുടെ തിരോധാനത്തിന്റെ ഉടനെ അയാളെ കണ്ടെത്തണമെന്ന് പറഞ്ഞ് സമരം സംഘടിപ്പിച്ചത് BJP ആണ്. ഇത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. BJP എടപ്പാൾ കേന്ദ്രീകരിച്ച് വലിയ സമരം സംഘടിപ്പിച്ചെന്ന്. BJPക്കാരാ സമരം സംഘടിപ്പിച്ചത്. മുസ്ലിം സമുദായത്തിലെ ഒരു സംഘടന സമരത്തിന് മുന്നോട്ട് വന്നിട്ടില്ല. മുസ്ലിം സമുദായം മുന്നോട്ട് വരാതിരിക്കാൻ കാരണം നമ്മൾ എഴുതി തള്ളിയ ആളാ ഉത്തരം. അതുകൊണ്ടാ പറയുന്നത്. നമുക്കാൾ ആവശ്യമല്ല, നമുക്കാൾ ആവശ്യമല്ല. പുറത്തു പോയാൽ പിന്നെ എന്താ ആവശ്യം? നമ്മളെ കണക്കിൽ യുദ്ധത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നെതുവത്തേര് സമരത്തിന് വന്നില്ല, ജമാഅത്തേര് വന്നില്ല, സുന്നികൾ വന്നില്ല, ആരും വന്നില്ല.
BJP-ക്കാർക്ക് മാത്രം, ലീഗേറും വന്നില്ല, കോൺഗ്രസുകാരും വന്നില്ല, കമ്മ്യൂണിസ്റ്റുകാരും വന്നതായി അറിയുന്നില്ല. അവരൊക്കെ വരാതിരിക്കാൻ പ്രത്യേക കാരണമുണ്ട്. എന്താ കാരണം എന്നറിയങ്ങള്? ഇവിടെ CBI-യോ CBI-ന്റെ എപ്പാപ്പ ആരുണ്ടായാലും പാടില്ല. ഞാൻ എന്റെ കാര്യം പറയാം. ഏത് വാപ്പ ഉണ്ടായാലും പാടില്ല. അവനാണുള്ള കാര്യം പറയാൻ എന്തിനാ വേറെ ആളെ പഠിക്കണം? കളങ്കം ഉണ്ടെങ്കിലല്ലേ ഇടയ്ക്ക് പറക്കണ്ടുള്ളൂ. ഒരു യാതൊരു കളങ്കമല്ല. ആരും വരാതിരിക്കാൻ കാരണം എന്താ അറിയോ? ഈ സംഘടനയിലൊക്കെ മുസ്ലിങ്ങളുണ്ട്. അവർക്ക് ആർക്കും ഇയാളോട് താല്പര്യമില്ല. അപ്പോൾ ആരും വന്നില്ല. BJP-ക്കാർക്ക് പിന്നെ ധൈര്യമായിട്ട് വരാലോ. BJP-ക്കാരാണ് ചേകനൂരിനെ കണ്ടെത്തണമെന്ന് പറഞ്ഞ് ആദ്യകാലത്ത് നിരന്തര സമരവുമായി രംഗത്ത് വന്നത്. ഹൈവേ പിക്കറ്റിംഗ് ഉൾപ്പെടെയുള്ള പരിപാടികളൊക്കെ സംഘടിപ്പിച്ചു. അങ്ങനെ മുന്നോട്ട് പോകുന്നതിനിടയിൽ തികച്ചും അപ്രതീക്ഷിതമായി ഇപ്പോൾ കേന്ദ്രമന്ത്രിയായ O. രാജഗോപാലിന് കാരന്തൂർ മർക്കസിൽ സ്വീകരണം കൊടുത്തു. ആ സ്വീകരണ പരിപാടിക്ക് ശേഷം BJP-ക്കാർ ഈ സമരമുഖത്ത് നിന്ന് മാറി നിന്നു. ഇത് പലരെയും പല സംശയങ്ങൾ ജനിപ്പിക്കാൻ ഇടവരുത്തി. എന്നാ ഇനി നല്ല എന്താ, ഇനി സമസ്തന്റെ കിട്ടുകയാണ്. ഞങ്ങളെന്തേ പേച്ചു? BJP-ക്കാരെ സമരം ചെയ്ത് ഞങ്ങൾ പേച്ചതാ? രാജഗോപാലിന് സ്വീകരണം കൊടുത്തിന് ഞങ്ങളാ ഉത്തരവാദി? രാജഗോപാലിനെ സ്വീകരണം കഴിഞ്ഞപ്പോ BJP-ക്കാര് സമരത്തിന് പിൻവലിച്ചിന് ഞങ്ങളാ ഉത്തരവാദി? നമ്മളത് ഉത്തരവാദിത്തമായിട്ട് എടുക്കണ്ടേ? ഇതിലേത് ഉത്തരവാദിത്തം നമ്മളേറ്റെടുക്കണ്ടേ? നമ്മളങ്ങനെ വെറുതെ പിടി പോനാണ് മക്കളെ. നമ്മളതിൽ ഏത് ഉത്തരവാദി? BJP-ക്കാര് സമരമുഖത്ത് നിന്ന് മാറി നിന്നതാണ് മാധ്യമങ്ങളിൽ സംശയം വർദ്ധിപ്പിച്ചത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതല്ല കാരണം ഉണ്ടെങ്കിൽ ഇനി മറ്റൊരു പറയട്ടെ, നിങ്ങൾ പറഞ്ഞ കാരണമല്ല, മറ്റേ കാരണമാണ്. അതിനിടയിൽ 1 കോടി രൂപ അയാൾക്ക് കൈക്കൂലി നൽകി എന്നൊരു ആക്ഷേപം ഉയർന്നു വന്നു. അങ്ങനെ ആക്ഷേപം ഉയർന്നു വന്നപ്പോൾ മലപ്പുറത്ത് പ്രസിദ്ധീകരിക്കുന്ന ഒരു പ്രാദേശിക പത്രം, ആ പത്രത്തിൽ സിറാജിന്റെ മലപ്പുറം ജില്ലാ ലേഖകൻ ഒരു പ്രസ്താവന നടത്തി. ആ പ്രസ്താവനയിൽ അയാൾ പറഞ്ഞു, ആ 1 കോടി റുപ്യക്കുള്ള ഇൻകം ടാക്സ് നൽകേണ്ടത് ഞങ്ങളല്ല, അത് കിട്ടിയ BJP-ക്കാരാ ഇൻകം ടാക്സ് കൊടുക്കേണ്ടത്. അപ്പൊ ഇൻകം ടാക്സ് ആരാ കൊടുക്കേണ്ടത്? അതിന് നോക്കുമ്പോൾ പൊന്നാർ ചങ്ങായിമാരെ ആരെ ഇപ്പൊ ഇൻകം ടാക്സിനെ പറ്റി പറഞ്ഞു? നമുക്ക് എന്താണെന്ന് അറിഞ്ഞൂടാ. ആരെപ്പോ അത് പറഞ്ഞു? ആ 1 കോടിന്റെ ഇൻകം ടാക്സ് ആര് കൊടുക്കണമെന്നാ പിന്നെ അവര് പറയുന്നത്. മാത്രമല്ല, ഇവിടുന്ന് പ്രസംഗിച്ച ആളെന്താ പറഞ്ഞത്? ഇവരുടെ ജീവാത്മാവും പരമാത്മാവുമായ മാന്യദേഹം യത്തീം കുട്ടികൾക്ക് വേണ്ടി പിരിച്ച ഫണ്ടിന്ന് 1 കോടി കൊടുത്തിട്ടില്ല. ഉപരി പറഞ്ഞതാണ്. എന്നാ എന്നെ ഫണ്ടെന്നാ കൊടുത്തു എന്നാണ് പറഞ്ഞൂടെ, അല്ലെങ്കിൽ തീരെ കൊടുത്തിട്ടില്ല അറിഞ്ഞൂടെ? ഈ രീതിയിലുള്ള പ്രസംഗങ്ങളും പ്രചരണങ്ങളും മാധ്യമങ്ങളെയും നിഷ്പക്ഷമതികളെയും ചില ആളുകളിൽ സംശയം ജനിപ്പിക്കാൻ പ്രേരിപ്പിച്ചിരിക്കണം. അതിനെന്തിന് സമസ്തയെ കുറ്റം പറയണം? എന്തിനാ സമസ്തയെ കുറ്റം പറയുന്നത്? ചില ആളുകളിൽ സംശയം ജനിപ്പിക്കാൻ ഇതൊക്കെ നിമിത്തമായിരിക്കാം. പക്ഷെ ഞങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട്. അതായത് ഇതിൽ കുറെ രാഷ്ട്രീയ പ്രശ്നങ്ങളുണ്ട് എന്നുള്ള പൊതുധാരണ ഞങ്ങൾക്ക്. കാരണം ഞങ്ങൾ ഈ നാട്ടിൽ ജീവിക്കുന്നവരാണല്ലോ. ഈ നാട്ടിൽ ജീവിക്കുന്നു, കണ്ണുണ്ട്, കാതുണ്ട്, കൽബുണ്ട്. ഈ നാട്ടിൽ നടക്കുന്ന കുറെ സംഭവ വികാസങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അരുതാത്ത എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് എന്ന തോന്നലാണ്. അങ്ങനെ ഞങ്ങൾക്ക് തോന്നാനുള്ള ഒരു കാരണം, 2000 നവംബർ 25 ശനിയാഴ്ചയിലെ കൊച്ചിൻ മാധ്യമത്തിൽ ഒരു ന്യൂസ്, BJP-ക്ക് ദ്വീപിൽ വേരോട്ടം ലഭിക്കില്ല, ചെറിയ കോയ എന്ന് പറഞ്ഞൊരു ന്യൂസ്. ആ ന്യൂസിൽ പറയുന്നത് BJP-യുമായി സഹകരിക്കണമെന്ന് നേതാക്കൾ അഭ്യർത്ഥിച്ചിരുന്നു. ഇതിനായി ആവശ്യമെങ്കിൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെ ബന്ധപ്പെടുത്താമെന്നും BJP നേതാവ് ശ്രീധരൻപിള്ള പറഞ്ഞതായും ചെറിയ കോയ അവകാശപ്പെട്ടു. ലക്ഷദ്വീപിൽ BJP-ക്ക് ശാഖ ഉണ്ടാക്കാന് ഈ മുസ്ലിയാരെ ബന്ധപ്പെടുത്തി തരാമെന്ന് BJP നേതാവ് ശ്രീധരൻപിള്ള പറഞ്ഞു. രാജഗോപാലിന് സ്വീകരണം കൊടുത്തതും ലക്ഷദ്വീപിൽ BJP ഉണ്ടാക്കാന് മുസ്ലിയാരെ സഹായം ഏർപ്പാട് ചെയ്യാമെന്ന് ശ്രീധരൻപിള്ള പറഞ്ഞതും
ചേർത്ത് വായിക്കുമ്പോ അരുതാത്തത് സംഭവിക്കുന്നു, ഞങ്ങൾക്ക് ഖേദമുണ്ട്. അത്രേ ഞാൻ പറയുന്നു. ഖേദമുണ്ട്. BJP നമ്മൾ തമ്മിൽ മത്സരിക്കുമ്പോ കക്ഷിയാക്കാൻ പറ്റിയ പാർട്ടിയല്ല. നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ ഒന്നാകേണ്ടവരാണ്. ആ സ്പിരിറ്റ് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഞാൻ നിങ്ങളും മരിച്ചാൽ ഈ കൗമിന് ഇവിടെ ബാക്കി ജീവിക്കണം. അല്ലാഹ് എന്ന് പറഞ്ഞ കൗമ് പടച്ചോനെ സുജൂദ് ചെയ്യണ കൗമി ഭൂമിയിൽ കേരളത്തിലും ഇന്ത്യയിലും വേണം. നമ്മളെ തർക്കത്തിന്റെ ഇടയിൽ നമ്മൾ രാഷ്ട്രീയമായി മറ്റവരോട് ബന്ധം സ്ഥാപിച്ച് BJP ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ബുദ്ധിയല്ല, തീരെ ബുദ്ധിയല്ല, വലിയ അപകടമാണ്. അതുകൊണ്ട് അരുതാത്തത് സംഭവിക്കുന്നു, ഞങ്ങൾക്കതിൽ ഖേദമുണ്ട്, വേദനയുണ്ട്. ബാക്കി നിങ്ങൾ ആലോചിച്ചാൽ മതി. പിന്നെ ഇയാളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് എന്താ അറിയോ? ഞങ്ങൾക്ക് ആ കാര്യത്തിലൊക്കെ വളരെ വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. ഇവിടുത്തെ മാധ്യമങ്ങളോ അല്ലെങ്കിൽ സർക്കാർ അധികൃതരോ എന്ത് തന്നെ വിചാരിക്കട്ടെ, ഞങ്ങൾക്ക് ആ വിഷയത്തെക്കുറിച്ച് വളരെ വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാട് എന്താണെന്നറിയോ? ഇയാൾ 5 നേരത്തെ നിസ്കാരത്തിന്റെ നിർബന്ധം നിഷേധിച്ച ആളാ. മൂപ്പര് 3 വക്ത് നിസ്കരിച്ചാൽ മതി എന്നാ പറയുന്നത്. ചില പത്രങ്ങളിൽ ഏതോ ചില ലേഖകന്മാർ പറഞ്ഞതുപോലെ 5 നിസ്കാരം 3 സമയത്തല്ല. അത് ഈ 100ാം ക്ലാസ് എഴുത്തുകാർക്ക് കാര്യം അറിയാത്തതുകൊണ്ടാണ്. ആകെ 3 നിസ്കാരമുള്ള അയാൾക്ക് ആകെ 3 നിസ്കാരമുള്ളൂ, 2 വക്ത് ഇല്ല. 5 നേരത്തെ നിസ്കാരത്തിന്റെ നിർബന്ധം നിഷേധിച്ചാല് ഇസ്ലാം മതത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുമെന്നാണ് മസാല. നമ്മൾ അവിടെയുള്ളത്. അതുകൊണ്ട് അയാളുടെ ആ വാദഗതി അനിസ്ലാമികമാണ്. അഖ്നിസ്വലാത്ത തെറുത്തൈൻ നഹാരി വ സുലഫൻ മിനൽ ലൈലി, നഹാറിന്റെ 2 തെറുഫിലും ലൈലിൽ നിന്നുള്ള 3 സമയങ്ങളിലും നിങ്ങൾ നിസ്കരിക്കണം. ഖുർആൻ പറഞ്ഞു. ഖുർആൻ തന്നെ 5 നേരത്തെ നിസ്കാരത്തിന്റെ നിർബന്ധത്തിന് കൽപ്പനയുണ്ട്. ഖുർആൻ തെറുത്തൈൻ നഹാരി, നഹാറിന്റെ 2 തെറുഫിൽ. നഹറ എന്ന് പറഞ്ഞാൽ കീറി എന്നാണ് അർത്ഥം. നെഹ്റു എന്ന് പറഞ്ഞാൽ ഭൂമിയെ കീറിയത് കൊണ്ടാണ് നെഹ്റു എന്ന് പറയുന്നത്. നഹാറ എന്ന് പറഞ്ഞാൽ മൂർധാവിനെ കീറാൻ മാത്രം ശക്തമായ താപമുള്ള സമയം എന്നാണ് അതിന്റെ അസലുമാന. ആ നഹാറിന്റെ 2 തെറുപ്പാണ് ളുഹറും അസറും. ഓ സുലഫൻ മിനൽ ലൈലി, സുൽഫത്തിന്റെ ബഹുവചനമാണ് സുലഫ്. ബഹുവചനമാകുമ്പോൾ ചുരുങ്ങിയത് 3 വേണം. അഖലുൽ ജമ്മി ഇസ്നാനിയ എന്നുള്ള ലൈഫാണ്. മാത്രമല്ല തെസ്നിയല്ലാത്ത ഭാഷയ്ക്ക് മാത്രം ബാധകമാണ്. അപ്പൊ സുൽഫത്തിന്റെ ബഹുവചനമാണ് സുലഫ്, ചുരുങ്ങിയത് 3. ലൈലിൽ നിന്നുള്ള 3 സമയം. ലൈലി എന്ന് പറഞ്ഞാൽ സൂര്യൻ ഉദിച്ചിട്ടില്ലാത്ത സമയം എന്നാണ് അസലുമാന. അപ്പൊ നഹാറിന്റെ 2 തെറുപ്പിലും ലൈലിൽ നിന്നുള്ള 3 സമയങ്ങളിലും 3 കൂട്ടുന്ന 2 സമം 5, 5 നേരം നിസ്കരിക്കണം. മൂപ്പര് കാലിസറായിട്ട് വന്ന് 3 കൂട്ടുന്ന 2 സമം 3 എന്നാ പറയുന്നത്. നമ്മൾ പറഞ്ഞ 5 നേരം നിസ്കരിക്കണം. നിസ്കാരം നിർബന്ധമാക്കിയത് പിറ്റേന്ന് തന്നെ 5 നേരം നിസ്കരിച്ചതായാണ്. ജിബ്രീൽ അലൈഹിസ്സലാം എന്നതിന്റെ രൂപം 5 നേരം സമയവും രൂപവും പഠിപ്പിച്ചു കൊടുത്തതായാണ് മുതവാത്തിറായ ഹദീസുകളിൽ സ്ഥിരപ്പെട്ടിട്ടുള്ളത്. മുസ്ലിം ലോകം അത് ലറൂരിയായി അറിയപ്പെടുന്ന ഒരു മസലയായി അംഗീകരിക്കുന്നു. അതുകൊണ്ട് അതിനെ നിഷേധിക്കുകയും അതുപോലെ ലറൂരിയായി അറിയപ്പെട്ട പലതിനെയും നിഷേധിക്കുകയും ചെയ്യുക വഴി അദ്ദേഹം യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ നിന്ന് വ്യതിചലിക്കാൻ മാത്രമുള്ള വലിയ പാതകം ചെയ്തിട്ടുണ്ട്. ശരിയാണ്. ആ രീതിയിലാണ് അദ്ദേഹവുമായി നാം പലപ്പോഴും ചർച്ച നടത്തിയിട്ടുള്ളതും. പട്ടിക്കാട് ചുങ്കത്ത് വെച്ച് വർഷങ്ങൾക്ക് മുമ്പ് 3 ദിവസം അദ്ദേഹവുമായി സംസാരിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. എനിക്കും കൂടിയ പലർക്കും ഓർമ്മ ഉണ്ടാവും. അന്ന് അയാൾ 1 ദിവസം മുഴുവൻ പ്രസംഗിച്ചത് നായിന്റെ മതമാണ്. 1 ദിവസം മുഴുവൻ നായിന്റെ മതമാണ്. ഞാനിങ്ങനെ ആലോചിച്ച് പടച്ചവന് എന്താ അതിന് മറുപടി പറയാം? 1 ദിവസം മുഴുവൻ ഞാൻ നായിന്റെ ദമ്മും പറയും. ഞാൻ കോട്ടുമല ഉസ്താദിനോട് പറഞ്ഞു, എനിക്കാവില്ല അതിന് മറുപടി പറയാൻ, വേറെ ആർക്കൊണ്ടെങ്കിലും പറയിപ്പിക്കാന്ന്. മൂപ്പരെ നിർബന്ധിച്ചു നിങ്ങൾ തന്നെ പറയണമെന്ന്. ഞാൻ ഏറ്റെന്ന് പറഞ്ഞു, നായിന്റെ മതം പറഞ്ഞാൽ എനിക്ക് യാതൊരു ആക്ഷേപമല്ല, വർഗബോധം എല്ലാവർക്കും ഉണ്ടാവുന്നു. അതാ പറഞ്ഞു. ഇപ്പൊ ചുവന്ന കുന്നുന്നത് മാന്തിയപ്പോ ആദ്യം നായിന്റെ എല്ലാ കിട്ടിയെന്ന് വന്നപ്പോ എനിക്ക് സന്തോഷമായി. തുണക്കാരനെ കിട്ടിയാലോ എന്നുള്ളൊരു സമാധാനം. ബാക്കിയുള്ളവരെ കിട്ടാനുള്ളൂ. അല്ലാന്താ ഞാൻ അതിനെ കുറിച്ച് പറയും. പക്ഷെ അങ്ങനെയൊക്കെയാണെങ്കിലും അതൊക്കെ വലിയ പാതകാണ്, വലിയ തെറ്റാണ്. അത് ആളുകളെ ബോധ്യപ്പെടുത്താൻ ഓരോരുത്തരുടെ കഴിവിനനുസരിച്ച് കാര്യങ്ങൾ ഉപയോഗപ്പെടുത്താവുന്നതാണ്.
എന്നാൽ നമ്മൾ ആ കാര്യത്തിൽ നമ്മുടെ ഫിഖിന്റെ കിതാബുകളിൽ ഈ വിഷയം, ഞാൻ നേരത്തെ കിതാബുൽ ഖളാഇന്റെ വിഷയം പറഞ്ഞതുപോലെ കിതാബുൽ റിദ്ദ അല്ലെങ്കിൽ ബാബുൽ റിദ്ദ ഫിഖിന്റെ കിതാബുകളിലൊക്കെ അവസാന ഭാഗത്തുണ്ടാവും. മതഭ്രഷ്ടിനെ കുറിച്ച് പറയുന്ന അധ്യായം, അത് നമ്മുടെ ആളുകൾ പരിശോധിക്കുന്നത് നല്ലതാണ്. നമുക്ക് ഏത് കാര്യത്തിലും നമ്മുടെ മതത്തിന്റെ കാഴ്ചപ്പാടുണ്ട്, നമ്മൾ അവിടെ നിൽക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു കുഴപ്പം വരാമല്ലോ. നമുക്ക് നമ്മളെ ഫിഖും നമ്മളെ മത നേതാക്കന്മാര് പഠിപ്പിച്ചു തന്ന മസലയും കാര്യങ്ങളൊക്കെ നമ്മളെ മുമ്പിലുണ്ട്. ഏത് വിഷയം വരുമ്പോഴും അവിടെ നിൽക്കുക, കാളി ആവുമ്പോഴും അവിടെ നിൽക്കുക, മാസം ഉറപ്പിക്കുമ്പോഴും അവിടെ നിൽക്കുക, ചേകനൂരിനെ കൊണ്ടുപോണ മസാലയിലും അവിടെ നിൽക്കുക. ഏത് വിഷയത്തിലും നമ്മളെ മുൻകാലക്കാർ രേഖപ്പെടുത്തിയ മസാലമ്മ അവിടെ നിന്നാ ഒരു കുഴപ്പവും വരാനില്ല. അങ്ങനെയുള്ള നേര് പറയുകയാണെങ്കിൽ ഒരു കുഴപ്പം വരാനല്ലോ, ഒരു കുഴപ്പം വരാനല്ലോ. ഈ വിഷയത്തിൽ യുദ്ധത്തിന്റെ ഇമാം നവവി തങ്ങൾ റൗള 8-ാം വോള്യം 400-ാം പേജിൽ മുർത്തത്തിന്റെ അഹ്കാമുകളെ കുറിച്ച് പറഞ്ഞിടത്ത് അഹ്കാമുഹാ കസീറത്തുൻ മുതഫർരിഖത്തുൻ ബിൽ അബ്വാബി വൽ മഖ്സൂദു ഹുനാ നഫ്സുഹു വ വലദുഹു വ മാലുഹു അമ്മാ നഫ്സുഹു ഫമുഹ്ദറത്തുൻ ഫയജിബു ഖത്ലുഹു ഇല്ലം യതുബ്. കണ്ടോ നിങ്ങൾ, വയുഖ്തൽ മുർത്തദു ബിളർബിർ റഖബതി ദൂനൽ ഇഹ്റാഖി വ ഗൈരിഹി. മുർത്തദ് മുഹ്ദറുദ്ധമാണ്, രക്തത്തിന് വിലല്ലാത്തവനാണ്, ജീവിക്കാൻ അർഹതല്ലാത്തവനാണ്. പക്ഷേ അവനെ കൊല്ലുന്നത് അല്ലെങ്കിൽ അവന്റെ പേരിൽ ശിക്ഷാ നടപടി സ്വീകരിക്കുന്നത് ആരായിരിക്കണം? വയതവല്ലാഹുൽ ഇമാമു ഔ മൻ വല്ലാഹു. ഭരണാധികാരി അല്ലെങ്കിൽ ഭരണാധികാരി ചുമതലപ്പെടുത്തിയ ആൾക്ക് ശിക്ഷാ നടപടികൾ നടപ്പാക്കാൻ അധികാരമുള്ളൂ. പണ്ഡിതന്മാർക്കോ പണ്ഡിത സഭകൾക്കോ അല്ലെങ്കിൽ വ്യക്തികൾക്കോ നിയമം കയ്യിലെടുക്കാൻ പാടില്ലാത്തതാണ്. ഇത് കേവലം ഒരു 5 നേരത്തെ നിസ്കാരത്തിന്റെ നിർബന്ധം നിഷേധിച്ച ആള് മാത്രമല്ല, ഫറളാക്കപ്പെട്ട നിസ്കാരം ജമ്മാക്കുന്ന സമയത്തിനെയും വിട്ട് പിന്തിച്ചോനെ കുറിച്ചുള്ള ഹുക്കുമും ഓരോരുത്തർക്കും കൊല്ലാവോ? അവിടെ മസലല്ലേ, അവിടെയൊക്കെ മസല തന്നെയാണ്. ആരാണത് ചെയ്യേണ്ടത്? അവൻ മുഹ്ദറുദ്ധമാണെന്ന് മാത്രം കണ്ടാൽ മതിയോ? അതാര് നിർവഹിക്കണം? അവന്റെ പേരിൽ ശിക്ഷ, ഇസ്ലാമിക ശരീഅത്തനുസരിച്ചുള്ള ശിക്ഷ ആര് നടപ്പാക്കണം? വയതവല്ലാഹുൽ ഇമാമു ഔ മൻ വല്ലാഹു ഫഇൻ ഖതലഹു ഗൈറുഹു ഉസ്ദിറ. ഭരണാധികാരി അല്ലാത്തവരാണ് നിയമം കയ്യിലെടുത്ത് അങ്ങനെ ചെയ്തതെങ്കിൽ ഈ നിയമം കയ്യിലെടുത്തവനെ ശിക്ഷിക്കപ്പെടണം. ആരെങ്കിലൊക്കെ പിടിക്കപ്പെട്ടെങ്കിൽ ഞങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല. നിയമം തഹ്സീറിന് അപ്പുറം പോയോന്നറിയില്ല. ഇസ്ലാമിക ഭരണകൂടാണെങ്കിൽ അങ്ങനെയാണ്, നിയമം കയ്യിലെടുക്കാൻ അവകാശമല്ല. ഇത് നമ്മുടെ എല്ലാ ഫിഖിന്റെ കിതാബിലുള്ളതാണ്. മാത്രമല്ല, എങ്ങനെ ഖത്ലെങ്ങനെ ബിളർബിൽ ഉനുഖി ദൂനമായതാഹു വലാ യതവല്ലാഹു ഇല്ലൽ ഇമാമു ഔ നായിബുഹു. ഭരണാധികാരി